ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അശ്വിൻ റൂമിൽ പോയിട്ട് ആകെ വിഷമിച്ച് നാവ് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് പുകഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. ആ സമയത്ത് ശ്രുതി രാമേട്ടനോട് പറയുന്നുണ്ട്, പാലിൽ കുറച്ച് തേൻ ഒഴിച്ച് കുടിക്കുവാണെങ്കിൽ എരിവിന് കുറച്ച് ആശ്വാസം കിട്ടും എന്ന് പറയുന്നുണ്ട്. അത് പ്രകാരം രാമേട്ടനും ശ്രുതിയും കൂടി കുറച്ച് പാലിൽ കുറച്ച് തേനൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ അശ്വിനെ കൊണ്ടേ കൊടുക്കാനായിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ രാമേട്ടൻ കൊണ്ടേ കൊടുക്കുന്നുണ്ട് അശ്വിൻ്റെ അടുത്ത്. എന്താ ഇത്, പാലോ? അതെ അതെ, എന്താണ് നാവ് എരിയണേന്റെ പാലിന്റെ കൂടെ തേൻ ഒഴിച്ച് കുടിക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം കിട്ടുന്നു ശ്രുതിമോള് പറഞ്ഞു എന്ന് പറയുമ്പോൾ, ആര് പറഞ്ഞു? ശ്രുതിമോള്. അവളാണോ പറഞ്ഞത്? എങ്കിലേ എനിക്കിത് വേണ്ട കുഞ്ഞ്, ഇത് കുടിച്ചാൽ വേണ്ട, നിങ്ങൾക്കല്ലേ ഞാൻ പറഞ്ഞത് ഇത് വേണ്ടാന്ന് എന്ന് പറയണം. അങ്ങനെ അശ്വിൻ ഓടിച്ചു വിടുക കേട്ടോ നമ്മുടെ രാമേട്ടന. പക്ഷെ അശ്വിൻ അത് വേണോന്നുണ്ട്. ശ്രുതി മുമ്പിൽ നിൽക്കൊണ്ട് അത് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനുശേഷം അശ്വിൻ ആരും കാണാണ്ട് അടുക്കളയിലേക്ക് പോകുക കേട്ടോ. പോയതിനു ശേഷം രാമേട്ടനോട് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നുണ്ട്. അത് ശ്രുതി കാണുന്നുണ്ട്. ആഹാ കൊള്ളാലോ, ഞാൻ പാല് കൊടുത്തപ്പോഴേക്കും വളരെ അഹങ്കാരത്തോടു കൂടി വേണ്ടാന്ന് പറഞ്ഞ് തട്ടിമറിച്ചിട്ടു. പക്ഷെ ഇപ്പോ ഞാൻ അറിയാതെ പാല് കുടിച്ച് ആ എരിവ് മാറ്റുവാണല്ലേ, കൊള്ളാം എന്നൊക്കെ നമ്മുടെ ശ്രുതി ഇങ്ങനെ വിചാരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതി ഈ അശ്വിന്റെ അഹങ്കാരം ചെറുതായിട്ടെങ്കിലും ഒന്ന് മാറ്റി കൊടുക്കണമല്ലോ എന്ന് ശ്രുതി വിചാരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അശ്വിൻ തിരക്ക് പിടിച്ചിട്ട് എന്തോ ആരോടത്തോ മീറ്റിംഗിന് വേണ്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ സംസാരിക്കുന്ന സമയത്ത് ശ്രുതി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അടുക്കളയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇടിക്കാൻ തുടങ്ങും. അതായത് ചെറിയൊരു അമ്മിക്കല്ല് പോലത്തെ ഒരു കല്ലുണ്ടല്ലോ, ആ കല്ല് വെച്ചിട്ട് ഇങ്ങനെ ഇടിക്കും. അതെ. അപ്പൊ അശ്വിനെ ഫോണിൽ സംസാരിക്കാൻ പറ്റില്ല. അശ്വിന് ദേഷ്യം വരും കേട്ടോ. അശ്വിൻ ശ്രുതി നോക്ക് എന്ന് കാണിക്കുമ്പോൾ ശ്രുതി അതൊന്നും മൈൻഡ് ചെയ്യില്ല. ശ്രുതി വീണ്ടും ഭയങ്കര ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം പരസ്പരം അവർ സംസാരിക്കില്ലല്ലോ, ആ ഒരു ഉറപ്പിലാണ് നമ്മുടെ ശ്രുതി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അശ്വിനാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ. അശ്വിൻ ആ സമയത്ത് ചേച്ചി എന്ന് പറഞ്ഞ് കൂവി വിളിക്കും. അപ്പോഴേക്ക് അഞ്ജലി വരുന്നുണ്ട്. എന്താ കുഞ്ഞ കാര്യം? അതെ, ഇവൾ എന്നെ പണി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ആര്? ദേ ഇവള് ശ്രുതി. അതിന് ശ്രുതി അവിടെ ഇല്ലല്ലോ എന്ന് അഞ്ജലി പറയാണ്. അശ്വിൻ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രുതിനെ അവിടെ കാണുന്നു കേട്ടോ. ശ്രുതി അപ്പൊ തന്നെ ചേച്ചിന്ന് വിളിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ശ്രുതി അടക്കളയുടെ ഒരു ഭാഗത്തേക്ക് മൂലക്ക് മാറിയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അഞ്ജലി പറയുന്നുണ്ട്, നിന്റെ ഒരു കാര്യം എപ്പോഴും ശ്രുതിനെ ഒരു ശത്രുവായിട്ട് കണ്ടിട്ട് അവളെ കുറിച്ച് വെറുതെ ഇല്ലാത്തത് കൂടി പറയാൻ തുടങ്ങി അല്ലേ കുഞ്ഞാന്നി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി അവിടുന്ന് പോകുവാണ്. ആ സമയത്ത് അശ്വിൻ വിചാരിക്കുകയാണ്, അവൾ ഇത്ര നേരം ഇവിടെ ഉണ്ടായതാണല്ലോ, അവളിത് എവിടെ പോയി? എവിടെയെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ പുറത്തേക്ക് പോണ സമയത്ത് പെട്ടെന്ന് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ കല്ല് നിലത്തേക്ക് വീഴുക കേട്ടോ. അപ്പൊ അശ്വിനെ മനസ്സിലായി ശ്രുതി അവിടെ എവിടെയോ ഒളിച്ചു നിൽക്കുന്നുണ്ടെന്ന്. അതാണ് നമ്മൾ പ്രൊമോയില് കണ്ടത്. ശ്രുതി ഒളിച്ചു നിൽക്കുന്ന സമയത്ത് അശ്വിൻ ഇങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിക്കുന്ന ഒരു ഭാഗം കണ്ടില്ലേ, അത് ആ ഭാഗമാണ് കേട്ടോ. ശ്രുതി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും അശ്വിൻ ശ്രുതി രണ്ട് കൈവശം ഇങ്ങനെ പിടിക്കുവാണ്. അതിനുശേഷം ശ്രുതിയുടെ അടുത്ത് ഷിറ്റ് എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റില്ല. രണ്ടുപേരും കൂടി ഭയങ്കര സംസാരിക്കണമെന്ന് ഒരു പ്രതിജ്ഞ എടുത്താണല്ലോ. അതുകൊണ്ട് അശ്വിൻ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോട് അവിടെ നിന്ന് പോകുവാണ്. ശ്രുതിക്കും വല്ലാത്ത സമാധാനം തോന്നുക കേട്ടോ. അതിനുശേഷം നമ്മുടെ മുത്തശ്ശി കുറച്ച് ആഭരണങ്ങളൊക്കെ എടുത്ത് അഞ്ജലിനെ കാണിക്കുവാണ്. ഈ ആഭരണങ്ങളൊക്കെ നിനക്കറിയാവോ? ഇതൊക്കെ നിന്റെ അമ്മയുടെ ആഭരണങ്ങളാണ്, അവൾ നിന്റെ കൈ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അശ്വിൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണിനാണ് ഈ ആഭരണങ്ങളെന്ന്. ആ സമയത്ത് ലാവണ്യ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അതിനുശേഷം അതിൽ 2 വള എടുത്തിട്ട് നമ്മുടെ അഞ്ജലി നമ്മുടെ അശ്വിൻ്റെ അടുത്തേക്ക് പോകുവാണ്. കുഞ്ഞ, ഈ വള ആരുടെയും നിനക്കറിയാവോ? ആ സമയത്ത് അശ്വിൻ അത് മനസ്സിലായി തന്റെ അമ്മയുടെ വളകളാണെന്ന്. അഞ്ജലി പറയുന്നുണ്ട്, ഈ വള കയ്യിലിട്ടിട്ട് അമ്മ നമ്മളെ രണ്ടുപേരും താരാട്ട് പാടി ഉറക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ശരിയാണ്, അമ്മ താരാട്ട് പാടുന്ന സമയത്ത് ഈ വളയുടെ കിലുക്കം കേൾക്കാൻ പറ്റുമായിരുന്നു എന്ന് പറയാണ്. അതെ, ഈ വള അമ്മ എപ്പോഴും പറയായിരുന്നു കുഞ്ഞൻ കല്യാണം കഴിക്കാൻ വന്ന പെണ്ണിന് ഈ വള കൊടുക്കണം എന്ന് എപ്പോഴും പറയായിരുന്നു. അമ്മയുടെ കൈ കൊണ്ട് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ എടുത്ത് വായിക്കുക കേട്ടോ. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എൻ്റെ കുഞ്ഞന്റെ മരുമോൾക്ക് ഈ അമ്മ എഴുതുന്ന ലെറ്റർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങണത് കേട്ടോ. അതായത് കുഞ്ഞിനെ കുറച്ച് ദേഷ്യം കൂടുതലാണ്, പക്ഷെ അവന് ഒരുപാട് സ്നേഹം ഉള്ളിലുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കാൻ അവനറിയില്ല. അതുകൊണ്ട് നീ സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അവനെ പഠിപ്പിച്ച് സ്നേഹത്തിന്റെ വഴിയിലൂടെ അവനെ നടത്തണം, അവനെ കൂടെ നിർത്തണം എന്നൊക്കെയാണ് ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് വായിക്കണതും നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ അശ്വിന്റെ കണ്ണ് നിറയുക കേട്ടോ. അപ്പോഴേക്കും അശ്വിൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകുവാണ്. ആ സമയത്ത് ശ്രുതി റൂമിലേക്ക് കയറാൻ വരുമ്പോൾ ശ്രുതി നോക്കുമ്പോൾ അശ്വിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ട്. അശ്വിൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകുവാണ്. ശേഷം നമ്മുടെ ശ്രുതി അഞ്ജലി നോക്കുമ്പോൾ അഞ്ജലി ഇരുന്ന് കരയുക കേട്ടോ. ശ്രുതിക്ക് കാര്യം മനസ്സിലായി. രണ്ടുപേരും അമ്മയുടെ കാര്യം പറഞ്ഞിട്ട് എന്തോ വല്ലാത്ത വിഷമത്തിലാണെന്ന്. നമ്മൾ നാളെ കാണാൻ പോകുന്നത് ഇത്രയും ഭാഗങ്ങളേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.